നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 10 മിനിറ്റിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയമെന്നായിരുന്നു മുനമ്പം ഭൂമി പ്രശ്നം ഉണ്ടായ ഘട്ടത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. പുതിയ സർക്കാരിന് 8ന്റെ പണി കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് പോയ പോക്കിൽ കഴിഞ്ഞ സർക്കാരും വഖഫ് ബോർഡും മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കില്ലെന്ന് പറഞ്ഞ മുൻ സർക്കാർ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ ഉമീദ് പോർട്ടലിൽ ഭൂമി ഉൾപ്പെടുത്തിയത്. സാധാരണ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് സൂക്ഷിപ്പ് ചുമതലയുള്ള മുത്തവല്ലിയാണ്. മുനമ്പത്ത് വഖഫ് ബോർഡ് തന്നെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്താണ് ഉദ്ദേശമെന്ന് അറിയില്ലെന്നും വഖഫ് ഭൂമിയെന്ന് വ്യക്തമാക്കിയാൽ അവിടെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാവുമെന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. എന്തായാലും അവിടെ നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്നും സ്ഥലത്തിന് നികുതി അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഈ സർക്കാർ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നത് തടയാനാണ് കഴിഞ്ഞ സർക്കാർ ഇങ്ങനെ ചെയ്തതെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാദം ആത്മാർത്ഥമാണോ, മുൻ വാക്കു പാലിക്കാൻ കഴിയാത്തതിലുള്ള ജാമ്യം എടുക്കലാണോ എന്നുള്ള രണ്ട് സംശയങ്ങൾ ഒരേപോലെ ഉയരുന്നുണ്ട്. എന്തായാലും വഖഫ് ബോർഡ് മുഖ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയും വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ ഹംസ തന്നെ പറയുന്നത് അദ്ദേഹം അത് ഗൗരവത്തിൽ പറഞ്ഞതായിരിക്കില്ല, ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതാണ്, പണി കൊടുത്തതാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. എന്തായാലും ഇപ്പോൾ കേരളത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഇപ്പോഴത്തെ നിലപാട് ആത്മാർത്ഥമായ നിലപാടാണോ അതോ ജാമ്യം എടുക്കലോ എന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും ഒക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. താങ്കൾ ഇതിൽ എവിടെയാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ എന്താണ് ഈ വാക്കുകൾക്ക് പിന്നിലെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് ശ്രീ വി ഡി സതീശൻ എന്ന് പറഞ്ഞാല് കോടതിയിൽ വാദിച്ച ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കറ്റാ. അദ്ദേഹം നല്ല നോളേജ്, ഇന്റലിജന്റ്, മിടുമിടുക്കനായിട്ടുള്ള ഒരു നല്ല മനസ്സിന്റെ ഒരു ഉടമയെ എല്ലാം നന്നായിട്ട് കൊണ്ടുവരും. അദ്ദേഹം ഇന്നലെ തന്നെ പത്ര സമ്മേളനം കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാല് കുടിയൊഴിപ്പിക്കുന്ന കൂട്ടർക്ക് നമ്മൾ എല്ലാം സൗകര്യം ചെയ്തു തരും, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം നമ്മൾ സക്സസ്ഫുൾ അച്ചീവായി അതിന്റെ ബുദ്ധിപരമായിട്ട് എല്ലാം കുടിയൊഴിപ്പിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. അല്ല, കുടിയൊഴിപ്പിക്കുന്നവർക്ക് സൗകര്യം ചെയ്തു അല്ല സാറേ, അത് കുടിയൊഴിപ്പിക്കില്ല. മറ്റേത് സ്ഥലത്ത് ഹൈക്കോടതിന്റെ ഓർഡർ ഉണ്ടല്ലോ, അതാ ചർച്ച. അത് അതിലെന്തെങ്കിലും ഡേവിഡ് വിജയ് ആണ് ജാംനഗറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ഈ ഇടയ്ക്കിടയ്ക്ക് പള്ളുരുത്തിയിൽ നിന്ന് ജാംനഗറിലേക്ക് പോകുന്നതാണോ അതോ ജാംനഗറിലാണോ താമസം? ഇല്ല, ഞാൻ ഇടയ്ക്ക് ജാംനഗറിൽ മക്കളുടെ അടുത്തേക്ക് വരുന്നു. അവിടെ ഞാൻ ഇടയ്ക്ക് ഇവിടെ തന്നെയാണല്ലോ, ഇടയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് വിളിക്കാറില്ലേ. അല്ല, രണ്ടിടത്തുനിന്ന് വിളിക്കാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. മനൂപരത്തുള്ളപ്പോഴും ഞാൻ ഇവിടെ നിന്ന് വിളിക്കാറുണ്ട്. ശരിയുണ്ട്. ഞാൻ നേരത്തെ ജാംനഗറിൽ നിന്ന് വിളിക്കുന്നതും പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുന്നതും താങ്കളുടെ സ്വദേശം പള്ളുരുത്തി എന്നറിയാം, അതുകൊണ്ട് ചോദിച്ചോ. ശരി, അപ്പൊ അതുപോട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മുനമ്പം വിഷയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മറ്റേ ഗവൺമെന്റ് ഇരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ വേണ്ടവണ്ണം ധരിപ്പിച്ചിട്ട് മുൻപത്തെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ സതീശൻ വക്കീലിന് നല്ല എന്തെങ്കിലും പറയും. അദ്ദേഹം പക്ഷെ സതീശനൊരു നല്ല ലോ എക്സ്പെർട്ടും കൂടിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന, എല്ലാവരും സതീശൻ വക്കീൽ എന്നാ വിളിക്കുന്നത്, സാധാരണ ഒരാളല്ല. അപ്പൊ അന്ന് അവിടെ ഇരിക്കുമ്പോ അദ്ദേഹം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇടതുമുന്നണിയുടെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനായിട്ട് അത് ചെയ്തില്ല എന്നാണ് എന്റെ തോന്നല്. അത് കഴിഞ്ഞ് ഇപ്പൊ പ്രശ്നം വേറെന്തോ അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് അത്ര ലീഗൽ എക്സ്പെർട്ട് ഇല്ല, എനിക്ക് ലോ വശങ്ങളും ഇതില്ല. അല്ല, അദ്ദേഹം പറയുന്നത് ഈ ഉമീദ് എന്ന് പറയുന്ന പോർട്ടൽ എന്ന് പറയുന്നത് വഖഫിന്റെ ഭൂമിയൊക്കെ അതിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിൽ ഉൾപ്പെടുത്തിയാൽ സതീശന്റെ ഒരു ചോദ്യം, അതിൽ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായും അത് വഖഫ് ഭൂമിയായി മാറുകയും അവിടെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരായി മാറുകയും ചെയ്യില്ലേ, അത് ഒരു പാരയാണെന്ന് പറയുന്നു. എന്നാൽ തിരിച്ച് ഇപ്പോഴത്തുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, ഉമീദിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനില്ല, അതൊരു രജിസ്ട്രേഷൻ അല്ല, അതിൽ ഉൾപ്പെടുത്തലാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
അതുകൊണ്ട് ഇനിയിപ്പോ വകുപ്പ് ഭൂമിയായിട്ട് തന്നെ തുടരുന്നോ അതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നോ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോഴും അദ്ദേഹം മനസ്സിലായിട്ടില്ല. പറയുന്നത് ഇത് ഉള്ളതുകൊണ്ട് അങ്ങനെ ഉൾപ്പെടുത്തുന്നതിൽ ചില പാരയാണ് കഴിഞ്ഞ സർക്കാർ മനഃപൂർവ്വം ചെയ്താണെന്നാണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ ആ വാദം. സമയത്ത് അദ്ദേഹത്തിന് വിളിച്ചു പറയായിരുന്നില്ലേ ഇതേ പാര വെക്കുന്നു, മുൻപത്തുള്ളവരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ലത്തീൻ സമുദായം അവരാണല്ലോ കൂടുതൽ അവിടെ ഉള്ളത്. അത് അന്നേരം വിളിച്ചു പറയാതെ ഇപ്പൊ അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ട് പഴയവും പാര വെച്ചതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കുള്ള ഒരു ന്യൂനപക്ഷത്തിനെ മാത്രമല്ല എല്ലാവരും കയ്യിലെടുക്കുകയുള്ളൂ. അതല്ലാത്തവരിപ്പോ ലത്തീൻ സമുദായം എന്ന് പറഞ്ഞാൽ കാല് കൊണ്ട് തൊഴിച്ച് തെറിപ്പിച്ചാലും പിന്നെയും കോൺഗ്രസിന് പേര് വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സമുദായം ഞാനും അതിൽ ഉൾപ്പെട്ട ആളാണ്, എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല. അതുകൊണ്ട് സതീശൻ വക്കീൽ പറയുന്നത് അദ്ദേഹം യാഥാർത്ഥ്യമാക്കണം. ആ കാര്യത്തിൽ BJP ആയിട്ട് ചോദിച്ചാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ എന്നും എറണാകുളത്തുകാരും ഞാനും ഓർത്തുകാരൻ തന്നെയാണ്, ജില്ലക്കാരൻ തന്നെ ഇപ്പൊ ജാമനഗറിൽ താമസിക്കുന്നുണ്ടെങ്കിലും അവരെന്നും കവിതകളായിട്ടിരിക്കില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇപ്പോഴത്തെ അന്നത്തെ വാക്കും ഇപ്പോഴത്തെ വാക്കും അതിൽ രണ്ടഭിപ്രായം ഉയരുന്നുണ്ട്. അതിൽ താങ്കൾക്ക് ഏത് ഭാഗത്താണ് ന്യായം എന്നാണ് തോന്നുന്നത്? ശ്രീ KG കുമാർ കേൾക്കാമോ? ശ്രീ KG കുമാർ. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ ഗിരിജയാണ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഗിരിജ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ പറഞ്ഞ വാക്കുകളും അതിൽ ശരിയുടേതാണോ, അതോ അതൊരു ആത്മാർത്ഥമായ വാക്കാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ തൽക്കാലം പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ കഴിയില്ല, അതിനുള്ള ജാമ്യമെടുപ്പാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അത് കറക്റ്റായിട്ട് ചെയ്യുമെന്നാണെങ്കിലും പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. 10 വർഷം കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ കേറി 10 ദിവസമായില്ല, നിങ്ങൾ അത് ചെയ്യാത്ത എന്താ, പൈസ കൊടുക്കാത്ത എന്താ, 1000 രൂപ കൊടുക്കാത്ത എന്താ, ഇതെല്ലാം ഈ ചോദിക്കുന്ന ആൾക്കാർ 10 വർഷമൊന്നും ഇവര് മിണ്ടിയില്ലല്ലോ ഇതൊന്നും. അപ്പൊ നല്ലൊരു മുഖ്യമന്ത്രിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ആത്മാർത്ഥമായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 10 മിനിറ്റ് കൊണ്ട് മീറ്റൊക്കെ നടത്തണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് നടത്തണമെന്ന് വിചാരിച്ച പറ്റില്ല. ഇത് അത് നമുക്കറിയാവുന്നതല്ലേ. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇത്. അതല്ല, അത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഇതിന്റെ നിയമം ഇത് വെച്ച് കുറച്ച് നീണ്ടു പോണ കാര്യങ്ങളല്ലല്ലോ, പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളത് പുള്ളി ഒരു ഇച്ചിരി ഇതായിട്ട് അങ്ങ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് 10 മിനിറ്റ് തീർക്കാം അന്നങ്ങനെ പറഞ്ഞു. പക്ഷെ ഇതിനിപ്പോ പറഞ്ഞു ഇപ്പൊ 2 സ്ഥലത്തും നടക്കുകയല്ലേ ഈ സ്ഥലത്തിന്റെ അല്ല, നമ്മൾ ആ വിഷയത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. നമ്മൾ ആളുകൾക്ക് 2 തരം ചർച്ച ഉള്ളതുകൊണ്ട് ആ ചർച്ചയ്ക്ക് അവസരം, അല്ല നമ്മൾ അത് പുള്ളി പറഞ്ഞത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇത്ര നല്ലൊരു മുഖ്യമന്ത്രി ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ, എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിനെ എനിക്കറിയാം. നമുക്ക് ഇപ്പൊ ഇത്രയും കാലത്തെ പരിചയമുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം എടുത്ത പല കാര്യങ്ങളും ഇപ്പൊ കത്രിക വയറ്റിൽ പോയി അവർക്കൊരു ജോലി കൊടുത്തു. ഇപ്പൊ ഇതേ ഹോസ്പിറ്റല് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് മുരളീധരൻ എല്ലാം ഭംഗിയായിട്ട് നടത്താൻ പോകുന്നു. മിടുക്കന്മാരായ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ഇപ്പൊ ഇതില് മന്ത്രിസഭയിലും MLA ഒക്കെ ആയിട്ട് വന്നേക്കണേ. നമ്മൾ പ്രതീക്ഷിക്കണം. അതല്ലാതെ ചുമ്മാ ഒരു ഭരണം അങ്ങ് വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് അവിടെ പോയി സമരം ഉണ്ടാക്കി ഇവർ സമരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിടുന്നതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ക്ഷമിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭരണം കേരളത്തിൽ നല്ലൊരു ഉയർച്ചയും നല്ലൊരു സമാധാനവും എല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ നടത്തിക്കുമെന്ന് പറയുന്നത് മണ്ടന്മാര് പോലും പറയൂല. ഈ 10 മിനിറ്റ് 10 ദിവസം കൊണ്ടും. അപ്പൊ വളരെ വ്യക്തമാണ് ശ്രീമതി ഗിരിജ. ഞാനൊരു മറ്റു കാര്യം ചോദിച്ചോട്ടെ, മുമ്പ് വിളിച്ചുകൊണ്ടിരുന്ന ഗിരിജ തന്നെയാണോ ഇത്? അതെ അതെ. ഇപ്പൊ ഇടക്കാലത്ത് പിന്നീട് വിളിയില്ലായിരുന്നു? എനിക്ക് സമയം കിട്ടില്ല, അത് കാരണം കൊണ്ടാ. ശരി, ഓക്കെ. എനിക്ക് ശബ്ദം കേട്ടപ്പോൾ തോന്നി പണ്ട് സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരു പൊതുവെ സ്ഥിരം പ്രേക്ഷക തന്നെയാണോ എന്ന്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചു പോന്നേ, അതെന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരും. അത് കാരണം ഞാൻ കഴിവതും ഇപ്പൊ ഒന്ന് മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ടാ പറയണേ. ശരി, ഓക്കെ. ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ്. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർ എത്ര ദേഷ്യം വന്നാലും അത് പുറത്ത് കാണിക്കില്ല. കേൾക്കുമ്പോഴേ ഒട്ടും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അതാണ് ഇപ്പൊ ഞാനിച്ച് നിയന്ത്രിച്ച് നല്ല രീതിയിൽ പറഞ്ഞു. കാരണം നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കുക. ഒരു മുഖ്യമന്ത്രി വന്നല്ലേ ഉള്ളൂ, അദ്ദേഹം എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. ശരി, ഗിരിജയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുധിയാണ്
വെള്ളമുണ്ടയിൽ നിന്നാണ്. ശ്രീ സുധി, സാധാരണ വെള്ളമുണ്ടയിൽ നിന്ന് സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പി, അയ്യോ ക്ഷമിക്കണം, സൂപ്പി തന്നെയാണോ ഇത്? ഹലോ, കേൾക്കാമോ? ശ്രീ സൂപ്പിയാണോ വിളിക്കുന്നത്? ഇവിടെ ഇവര് PCR എന്നോട് പറഞ്ഞു സുധിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കാൻ ഒരുങ്ങിയതാണ്. വെള്ളമുണ്ടയിൽ സ്ഥിരമായി നമ്മളെ വിളിക്കുന്ന സൂപ്പി ഉണ്ട് എന്ന് പരിചയപ്പെടുത്താൻ തന്നെയാണ് ഈ സുധിയെ. എന്തായാലും അറ്റൻഡ് ചെയ്യുന്നത് പുതിയ ആളാണ്, നമ്മുടെ നിതിൻ എന്ന് പറയുന്നൊരു പുതിയ ആളാണ്. പുതിയ പഴയർക്കൊക്കെ നമ്മൾ പേര് പറഞ്ഞാൽ മതി, സൂപ്പി ആളുകൾക്ക് കേട്ടാൽ തന്നെ അറിയാം. നമസ്കാരം. നമസ്കാരമുണ്ട്. അപ്പൊ എന്താണ് ഈ മുനമ്പത്തെ കുറിച്ചുള്ള അഭിപ്രായം? മുനമ്പത്തെ അന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ 10 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന പ്രശ്നം. ഇപ്പൊ എന്താ പ്രശ്നം? പ്രതിപക്ഷ മുഖ്യമന്ത്രി ആയപ്പോ തീർക്കാൻ, കാരണം ഗവൺമെന്റ് ഏത് സമയത്തും തീർക്കാമല്ലോ. ഇപ്പൊ ഏത് സമയം, കാരണം പല പ്രശ്നങ്ങളും തീർക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അടികൊണ്ട കേസൊക്കെ പെട്ടെന്ന് നടപടി എടുക്കാൻ നോക്കില്ലേ മറ്റേ മുഖ്യമന്ത്രി PA-മാരെ. ഹലോ, അത് കേൾക്കാം. നമ്മുടെ ഈ വിഷയത്തിലേക്ക് പറയൂ. ഈ വിഷയം പെട്ടെന്ന് തീർക്കേണ്ടതാണ് മുഖ്യമന്ത്രിക്ക് പറ്റുവാണെങ്കിൽ. ഇത് ഉരുട്ടേണ്ട പരിപാടിയാണ്, കാരണം മുൻകൂർ ജാമ്യം എടുക്കേണ്ട പരിപാടിയാണെന്ന് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഇതിനിടയിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വേഗത്തിൽ വായിച്ചേക്കാം. എന്തായാലും ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ? വെരി ഓൾ ദീസ് ഡേയ്സ് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. മറ്റു ചില തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ മനുവായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. സുനിമോൾ നമസ്കാരം എന്ന് പറയുന്നു. പാവം മുനമ്പൻ ജനത എത്ര കാലം സമരം ചെയ്ത് അവരുടെ ഭൂമി തിരികെ പിടിക്കാൻ, പക്ഷെ അവരെ പറ്റിക്കുകയാണ്. അത് വക്കഫ് ഭൂമിയല്ല. VD സതീശനെ വിശ്വസിച്ചു മുനമ്പൻ ജനത, അത് പറ്റിക്കരുതായിരുന്നു എന്ന് പറയുന്നു. സുനിമോൾ അങ്ങനെ പറ്റിച്ചിട്ടൊന്നുമില്ല മുനമ്പൻ ജനതയെ. ഇതിന് അവരുടെ കുടിയൊഴിപ്പിക്കില്ല എന്നും നികുതി അടയ്ക്കാൻ അവസരം ഒരുക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള 2 അഭിപ്രായങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നെ നമസ്കാരമൊക്കെ പറയുന്നു. ഡോക്ടർ MB മണി പറയുന്നു, നിയമസഭയിൽ ഇടത്തും വലത്തും ഇരിക്കുന്നവരും അവരുടെ പാർട്ടികളും സാമൂഹ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യരുതെന്നാണ് വിനയപൂർവ്വം പറയാനുള്ളത് എന്ന് പറയുന്നു. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീ MB മണി. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നു, ജയകുമാർ ഈ സുനിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആബ്സെൻ്റ് ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. സുനിലും ജയകുമാറും ശശിധരൻ പിള്ളയൊക്കെ നിരന്തരം, സുനിമോളും ഒക്കെ നിരന്തരമായി അതിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ ചിലരെ ആബ്സെൻ്റായി കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. പോട്ടെ, പാവമല്ലേ, സുനിലെ വെറുതെ വിടണ്ട എന്ന് പറയുന്നു. അതിനിടയിൽ കോൺഗ്രസ് ലീഗിന് അടിമയാകരുത്, VD സതീശൻ ലീഗിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, ഇത് പരിഹരിക്കപ്പെടുമ്പോൾ അവർക്ക് ഭൂമി തിരികെ കിട്ടില്ലേ എന്നൊക്കെ സുനിമോൾ ആശങ്കപ്പെടുന്നുണ്ട്. എങ്ങനെയും സതീശനെ ചിരിക്കാത്ത ഗൗരവക്കാരനായ ഒരാളാക്കി മാറ്റണമെന്ന് കുറേ പേർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. എപ്പോഴും അങ്ങനെയൊന്നും ആർക്കും താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എപ്പോഴും ചിരിക്കുന്ന ആളുകളെയാണ് ആളുകൾക്കൊക്കെ എപ്പോഴും ഇഷ്ടം. അത് എപ്പോഴും നല്ലതാണ്. മന്ത്രിമാരുമായുള്ള അഭിമുഖം അടിപൊളിയായിരുന്നുവെന്ന് ജയകുമാർ പറയുന്നു. നന്ദി ജയകുമാറിൻ്റെ വാക്കുകൾക്ക്. ദിലീപ് കുമാർ, ഇത്രയും സങ്കീർണമായൊരു പ്രശ്നം സാധാരണ പ്രേക്ഷകരോട് ചോദിച്ചാൽ എന്ത് ഫലമെന്ന് ദിലീപ് കുമാർ പറയുന്നു. ശ്രീ ദിലീപ് കുമാർ, അവിടെയാണ് നമുക്കൊരു വ്യത്യാസം പറയാനുള്ളത്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് വോട്ട് ചെയ്യുന്നത്. അവരാണ് ഈ രാജ്യത്ത് ആര് മന്ത്രിയാവണം, ആര് മുഖ്യമന്ത്രി ആവണം, ഏത് മുന്നണി ഭരിക്കണം, ആര് പ്രധാനമന്ത്രി ആവണം എന്നൊക്കെ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. അവരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരായതുകൊണ്ട് അവർക്ക് ഇതിൽ എന്തെന്നില്ല. അവരുടെ അഭിപ്രായമാണ് ഏറ്റവും പ്രധാനം. ഈ രാജ്യം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുടെ അഭിപ്രായം ചോദിക്കേണ്ടത്. അത് ചില വിഷയങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ച ആളുകളുടെ അഭിപ്രായം കേട്ടാലും ആളുകൾ അത് പഠിച്ചിട്ട് പറയും. അങ്ങനെ പഠിച്ചിട്ട് അതിൽ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നതല്ല. എല്ലാ വിഷയവും എല്ലാവർക്കും അറിയുന്നൊന്നുമല്ലല്ലോ. അതുകൊണ്ട് സാധാരണക്കാരുടെ അഭിപ്രായം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് പൊതുവേദി ഇത്തരം വിഷയങ്ങളടക്കം ഈ പൊതുവേദിയുടെ ഭാഗമായി എടുക്കുന്നത്. എന്തായാലും ഇങ്ങനെ നിരവധി കമൻറ്റുകളൊക്കെ എന്തായാലും ഉണ്ട്. കമൻറ്റ് വായിക്കാൻ താമസിക്കുമെന്ന് പരാതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഇന്ന് നേരത്തെ കമൻറ്റ് വായിച്ചത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ജാമ്യം എടുക്കലാണോ, അതോ അദ്ദേഹം ശരിയായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാണോ? നമസ്കാരം. നമസ്കാരം. അപ്പൊ അദ്ദേഹം എങ്ങനെ പറഞ്ഞു, അത് ഒരു 8ന്റെ പണി കൊടുക്കാണെന്നാ പറഞ്ഞത്. 8ന്റെ പണി കൊടുത്ത ഇപ്പോ പിന്നെ 8ന്റെ പണി ഒന്ന് കൊടുത്തു, മഞ്ഞക്കുറ്റിയൊക്കെ കൊടുത്തിട്ടു. ഇനിയിപ്പോ ഒരു 8ന്റെ പണി വരുന്നുണ്ട്. മറ്റേ എന്താണ് പിന്നെ എന്താണ് നമ്മളെ കപ്പലിറങ്ങണ സ്ഥലം തൂർക്കുന്നുണ്ട്. പിന്നെ ഗെയില് പരിപ്പിന്റെ വലിച്ചിട്ടുള്ള വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പണി വരുന്നുണ്ട് ഇനി നമ്മളെ ബഹുമാന്യ പിന്നെ മുഖ്യമന്ത്രിക്ക്. അപ്പൊ ഇതിപ്പോ അതിൽപ്പെട്ടൊരു പണിയാണ് എന്നുള്ളവർക്ക് വെറുതെ പറയാം. കാരണം അവരെ ദ്രോഹിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് നിന്നിട്ടുള്ളത്. അതിവിടെ ഭരണം കിട്ടുന്ന വരും എന്നുള്ള ഇലക്കൊന്നുമല്ല.
വലിയ സംഘടനയും കുറെ ആളും അതിനെ സംബന്ധിച്ച് നല്ല തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ അവരെ ഒന്നും തെറ്റായ ഒരു തീരുമാനം കഴിഞ്ഞ സർക്കാർ എടുക്കൂല. ഇനിയിപ്പോ ഇവരെ അടുക്കാൻ പോരുന്നത് അവരെ പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഇവിടെയൊക്കെ തിരുവനന്തപുരം കപ്പൽ വരുന്ന സ്ഥലമൊക്കെ തൂർക്കാൻ പോവുകയാണ്. അത് 8ന്റെ പണിയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. നല്ലത് വരട്ടെ. നല്ല പിന്നെ നിങ്ങളെ അഭിമുഖം എല്ലാം കണ്ടു. വളരെ നന്നായിട്ട് മന്ത്രിമാരില്ല എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ മുനമ്പത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം? കഴിഞ്ഞ സർക്കാർ പോയ വഴിക്ക് വെച്ച ഒരു 8ന്റെ പണിയാണ് എന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഇടയ്ക്ക് കിരൺ ബാബുവിനെ ഇപ്പൊ കാണുന്നേ ഇല്ല. കുറച്ച് ദിവസം നമ്മുടെ ഔദ്യോഗികമായി മറ്റു ചില തിരക്കുകളിലൊക്കെ ആയിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ കിരൺ ബാബു എനിക്ക് മനസ്സിലാകാതെ ഇപ്പൊ ഗുജറാത്തിലുള്ള ഒരാള് കൊച്ചി രാജാവിനെടുക്കുന്ന കൃഷി ചെയ്യാൻ വേണ്ടി പാടത്തിലെടുത്ത ഭൂമി അയാളെ കാണിച്ചാൽ അയാളെ മക്കൾ എങ്ങനെ വകപ്പോട്ട് കൊടുക്കുക? അവിടെ തന്നെ കോടതിക്ക് ചിന്തിച്ചാൽ പോരെ? അതിൽ അധികാരമില്ലല്ലോ. പാടത്തിലെടുത്ത ഭൂമി പാട്ടഭൂമിയല്ലേ? അതെന്ത് വകയിലാണ്? എങ്ങനെയാണ് അവര് വകപ്പോട്ട് പിന്നെ ഇപ്പോ കോളേജിനായാലും ശരി വകപ്പോട്ടിനായാലും ശരി എങ്ങനെ കൊടുക്കും, കൈമാറും? ഇത് നമ്മൾ സാധാരണക്കാർക്ക് തന്നെ ചെയ്ത് ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. അതെന്ത് എങ്ങനെയാണ് വകപ്പോട്ടിന് ഇവർക്ക് കൊടുക്കാൻ പറ്റും? ഈ നാട്ടിലൊരു ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ്. നിലവിലെ ഇപ്പൊ ഇതെല്ലാം രേഖകളിൽ എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പോൾ നിലവിൽ രേഖകളിൽ അങ്ങനെയാണ്. ഇനി അത് മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവർക്ക് നികുതി അടയ്ക്കാനും കാലങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി സ്വന്തമാക്കാനും ഒക്കെ കഴിയും. കൊച്ചി രാജാവിന്റെ പാട്ടത്തെടുത്ത ഭൂമിയായത് അത് ആ സത്താസമായിട്ട് മരിച്ചു കഴിഞ്ഞു. അയാളെ മക്കൾക്ക് ഇത് ഒരു കാരണവശാലും വക്കപ്പോട്ടിനായിക്കോട്ടെ കോളേജിനായിക്കോട്ടെ അവരാരും കൊടുക്കാനുള്ള അവകാശമേ ഇല്ല. അത് ഈ കോടതി കാണുന്നില്ല ചോദിക്കാം. എന്നാൽ ഇതിന്റെ രേഖയിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിന്റെ അടിരേഖ കോടതി പരിശോധിച്ചിട്ടുണ്ടാവും. അടിരേഖ പരിശോധിക്കുമ്പോൾ കോടതിക്ക് എന്തോ ഒരു ഇക്കുമത്ത് ഇതിന്റെ പിന്നിലുണ്ടെന്ന് കിരൺ ബാബു നമുക്ക് തിരിയുന്നില്ല. പിന്നെ കുറെ ദിവസമായി വിളിക്കാം, അതുകൊണ്ട് വിളിക്കാം. ശരി, ഓക്കെ. ശ്രീ ദാസൻ. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ സർക്കാർ പോയ പോക്കിൽ ഒരു 8ന്റെ പണി തന്നിട്ടാണ് പോയത് എന്ന് പറയുന്നത്. ഇതിൽ എവിടെയാണ് ശരിയെന്ന് താങ്കളുടെ പക്ഷം? നമസ്കാരം സാർ. നമസ്കാരം. ഇതിലിപ്പോ പറയാൻ എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി നല്ലൊരു ഭരണം കാഴ്ചവെക്കും എന്ന് പറഞ്ഞ പോലെ LDF-നെ അല്ലെങ്കിൽ പിണറായി സഖാവിനെ വെല്ലുവിളിച്ച് വലിയൊരു ആർഭാടമായ സംഗതിയൊക്കെ നടത്തും എന്നൊരു പ്രത്യാശയോടെ ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ വി.ഡി. സതീശന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സാധാരണ ഇപ്പൊ സാറിന് തന്നെ അറിയാലോ. ഇതൊക്കെ വെറും പാഴ്വാക്കാണ്. ഇങ്ങനെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ എനിക്കങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്യുമെന്നോ ചെയ്യില്ലെന്നോ ഉള്ള അഭിപ്രായമൊന്നുമില്ല. ചെയ്യാൻ കഴിവുള്ളവർക്കും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ചെയ്യാൻ ആരായാലും മുഖ്യമന്ത്രിക്ക് സവിശേഷമായ ഒരുപാട് അധികാരങ്ങളുള്ള ഒരാളാണ്. ചെയ്യുന്നതിന് അങ്ങനെ തടസ്സം ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ ഈ സൂസിമാരുടെ ശമ്പളം എത്രയാക്കി? അപ്പൊ അവർക്കൊക്കെ സമാധാനമായി. അല്ല, 1 2 അങ്ങനെ മാധ്യമങ്ങള് ഇത് ഭംഗിയായിട്ട് മൂടി വെക്കുന്നു. ഇപ്പൊ സതീശൻ നല്ലൊരു ഭരണം കാഴ്ചവെച്ചു. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നു പ്രതീക്ഷിച്ച്. ഇപ്പൊ ഇവിടെ KSRTCയുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഫ്രീ സർവീസ്, അതായത് ടൂർ വരെ പോവാമെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ പറയുന്നത് ജൂലൈ ആവട്ടെ, ഓഗസ്റ്റ് ആവട്ടെ, സെപ്റ്റംബർ ആവട്ടെ, ഇനിയിപ്പോ ജനുവരി ആവേണ്ടി വരുമോ? അപ്പോ അതൊക്കെ ഒരു സർക്കാർ കൊണ്ട് കയറിയതല്ലേ ഉള്ളൂ. അവർ അത് ഫ്രീ ആക്കി തരാമെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വരട്ടെ. അല്ല, അതിന് മുമ്പേ നമ്മൾ കയറുന്നതിന് മുമ്പേ നമ്മൾ അങ്ങനെ കയറി ഒരുത്തരെ വിമർശിക്കുന്നത് ശരിയല്ല. അത് കുറച്ച് കഴിയുമ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ തരത്തിൽ അവരെ വിമർശിക്കാം. ഇനിയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ പറയുന്നു, ഞാൻ വിമർശനമല്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാൻ. സതീശന് താങ്ങാൻ പറ്റില്ല. ഇത്രേ എനിക്ക് പറയുള്ളൂ. കാരണം ആണത്വം വേണം, തന്റെ ഇടം വേണം. അതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത്. അത്ര തന്നെ പറയാനുള്ളൂ. ശരി, ഓക്കെ. ഈ ആണത്തം എന്ന വാക്കിന് ഒരു കുഴപ്പമുണ്ട് ശ്രീ രാജൻ. അത് ആളുകൾ വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും പുതിയ കാലത്ത് അങ്ങനെ ആണത്തം പെണ്ണത്തം എന്ന് പറയുന്നതിനകത്ത് ആണത്തത്തിനകത്ത് അങ്ങനെ ഏതെങ്കിലും സവിശേഷമായ ഒരു ശേഷിയോ ഒന്നും ഉള്ളതല്ല. 2 വാക്കിനും ഒരേ പവർ തന്നെയാണ്. അതുകൊണ്ട് ആണത്തം എന്ന് പറയുന്നതിൽ ആ വാക്ക് ഉപയോഗിക്കുന്ന രീതിക്ക് ഒരു പൊളിറ്റിക്കലി ശരിയല്ല എന്നുള്ളതാണ്. അതുകൂടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ സുബേറാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുബേർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എടുത്ത നിലപാടും മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത നിലപാടും, ഈ നിലപാടുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ അതോ ശരിയായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമായിരുന്നു? സാറേ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. അതായത് 10 വർഷം അവര് സീറ്റിന്റെ അടിയിൽ കുഷീനിലിട്ട് ഇരുന്നിട്ട് 10 വർഷം കഴിഞ്ഞേക്കാൾ മുൻപ് അവരെന്താക്കി ഒരു റിപ്പോർട്ടൊക്കെ പാസ്സാക്കി അല്ലേ?
ഇതുപോലെയാണ് ചെയ്തു വെച്ചത്. എന്നിട്ട് അത് ഇപ്പൊ ഈ വന്ന UDF ഗവൺമെന്റ് തലയിലിട്ട് ഇപ്പൊ കുറെ ഗുണ്ടകളെ പുറത്തേക്ക് ഇറക്കി, ജാമ്യത്തിന് ഇറക്കി. ഈ നമ്മുടെ UDF സർക്കാർ ഒപ്പിട്ട് ഇറക്കിയത് ഇല്ല, അവര് കൊണ്ടിറക്കി, അത് സമ്മതിച്ച്. ഇപ്പൊ ഇവരെന്താ പറയുന്നത്? ഇപ്പൊ ഇത് ഈ UDF ഗവൺമെന്റ് ചെയ്താണെന്നാ. UDF ഗവൺമെന്റ് അല്ലേ, സതീശൻ പ്രത്യേകമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ 10 വീട്ടുകാരെ, എത്ര വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും അവരെ ഒരിക്കലും പുറത്താക്കൂല, അവർക്ക് വീടും നല്ല സൗകര്യം ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇത് ഇവരമാരില്ലല്ലോ. ഇവരൊന്ന് പറയുമ്പോ രണ്ടൊന്ന്, ഇവരെല്ലാം കണക്കൂട്ടി ചെയ്താണ്. 18ന്റെ 8ന്റെ പണിയില്ല, 8 to 16, 8 32, 32ന്റെ 36, 18 തൊട്ട് 36ന്റെ പണി 36ന്റെ. അത് മാത്രല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവര്. ഒക്കെ ആ ശരിക്കും എലി പെട്ടിയിൽ വീഴുമ്പോ കമ്പിയുമ്പോ അടിക്കുമ്പോ അപ്പൊ എലി വീഴണം, അതുപോലെ ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലാതെ സാറിന് പറയാൻ പറ്റുമോ? ഇവര് ചെയ്തു വെച്ച എന്തൊക്കെയാണ്? എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവര് തന്നെ 100 സീറ്റ് 75 സീറ്റ് 78 സീറ്റ് ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരും പറഞ്ഞ് വന്നാ ഇപ്പോഴാക്കിയായി. അവിടെ ഇതുവരെ അവിടെ അങ്ങനെയാണെങ്കിൽ അവർ 8ന്റെ പണി വെച്ചിട്ട് പോവോ? അവര് തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പ് നിൽക്കുകയാണെങ്കിൽ അവർ 8ന്റെ പണി വെക്കുമോ? ആ മിണ്ടാത്ത മന്ത്രി ബിന്ദു തോറ്റ ഞങ്ങളുടെ അവിടെ നിന്ന് തൃശ്ശൂര് ഇരിങ്ങാലക്കുട തോറ്റ മന്ത്രി ആ പിത്തക്കാരി ആ മൂപ്പര് വരെ പോയിട്ട് അവിടെ നിന്ന്. അങ്ങനെ പറയരുത് ശ്രീ സുബൈർ. അങ്ങനെ ഒരാളെ കുറിച്ച് മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയാൽ ശരിയല്ല. താങ്കൾ അത് പിൻവലിക്കണം, ഖേദം പ്രകടിപ്പിക്കണം. അതൊക്കെ പിൻവലിച്ചു. അല്ലാന്ന് അപ്പൊ അവരന്നും പറഞ്ഞെന്നാണ് അവർക്ക് ധാർഷ്ട്യം, അധികാരമല്ല, ധാർഷ്ട്യത്തിന്റെ മോഹമാണ് അവർക്ക് സംഭവിച്ചതല്ലേ. ഈ LDF തരാൻ നമുക്ക് താല്പര്യമൊന്നുമില്ല. ഹലോ, കേൾക്കുന്നുണ്ട്. ഈ LDF തരാൻ നമുക്ക് എന്തെങ്കിലും പ്രതിപക്ഷം വേണം. BJP പറ്റില്ല, പ്രതിപക്ഷം ഇവർ തന്നെ വേണം. പക്ഷെ ഇവര് പറ്റില്ല. ഇപ്പൊ അവര് പറയുന്നത് ബേബി ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പൊ എല്ലാം തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? മുനമ്പത്തെ കുറിച്ച് പറയൂ. മണമ്പത്തെ കുറിച്ച് തന്നെ പറഞ്ഞത്. അപ്പൊ ഇന്നലെ വീഡിയോ ശരിക്കും പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ 10 വീട്ടുകാരെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. 10 വീട്ടുകാർ ഞങ്ങൾ ഒരിക്കലും റോഡിലേക്ക് തള്ളി വിടില്ല, അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കും പറഞ്ഞു. ഇപ്പൊ ഇവര് ചെയ്തു വെച്ച കാര്യങ്ങളെന്തൊക്കെയാണ്? റോഡ് പോലും വെക്കാത്ത വീടിന് അവിടെ സഹായം ചെയ്തു കൊടുത്തു. താങ്കൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ കാണുന്നത്? നമസ്തേ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അല്ലേ, ഇത് ഈ പാവങ്ങള് വിലയെടുത്ത് മേടിച്ച ഭൂമിയല്ലേ സാറേ? പാവങ്ങളെ വില കൊടുത്ത് മേടിച്ച ഭൂമിയല്ലേ സാറേ? ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അവര് മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും UDFന്റെ നേതാക്കളും എല്ലാരും വന്ന് പറഞ്ഞു ഇതൊക്കെ പെട്ടെന്ന് തീർക്കാൻ വലിയ ഞങ്ങളെല്ലാവരും ഒന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ വന്ന് പറഞ്ഞ ആളുകളില്ലേ. ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലേ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ ഈ 10 കൊല്ലം ഭരിച്ചിട്ട് അവർക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാനൊക്കെ എന്തെങ്കിലും ചെയ്ത് ആ ഷോൺ ജോർജും അവര് എല്ലാരും കൂടെ അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തത്. കേന്ദ്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോവുകയും പിന്നെ സുപ്രീം കോടതി പോയി ഇത് അന്നേരം ഒന്നും ഇവരെ ആരും സഹായിച്ചില്ലല്ലേ. ഇത് പാവങ്ങൾ വില കൊടുത്ത് മേടിച്ച ഭൂമി ഒരു സുപ്രഭാതത്തിൽ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വഖഫാന്നും പറഞ്ഞുകൊണ്ട് അവരിതങ്ങ് വന്ന് പിടിച്ചെടുക്കാൻ ഭാവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ ഈ രാജ്യത്ത് എല്ലാ ഭൂമികളും ഇതേപോലെ ഇവരങ്ങ് പിടിച്ചെടുക്കുമല്ലേ. ഈ തമിഴ്നാട്ടിലൊരു അമ്പലത്തിന്റെ ഭൂമി ഇവർ ഇതേപോലെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ലേ? അത് എടുത്തെന്നായിരുന്നു തോന്നുന്നുണ്ടോ? അത് അതേപോലെ എവിടെയെല്ലാം ഇതൊക്കെയാണോ പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നത്? ഇവര് കഴിഞ്ഞ തവണ 10 കൊല്ലം ഇവിടെ ഒരുമിച്ചിരുന്ന് ഭരിച്ചിട്ട് ഇപ്പൊ അങ്ങനെയാണ് ചെയർമാൻ ഈ വഖഫിന്റെ. അയാളാണ് ഇപ്പൊ ഈ വേറൊരു പുതിയ പോർട്ടലിലോട്ട് ഇത് കൊടുത്തത്. ഇവരൊക്കെ ഈ ആളുകളെ ഈ കേരളത്തിലെ ജനങ്ങളെ എല്ലാം കളിയാക്കുകയാ. ശരി സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിജയനാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയനല്ലേ? ക്ഷമിക്കണം, ശ്രീ ബാലകൃഷ്ണനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ എങ്ങനെയാണ്? അതിപ്പോ എന്ന് പറഞ്ഞാല് രാഷ്ട്രീയം അത് എന്തോ ആട്ടെ. ഞാനിപ്പം വിളിച്ചത് വേറൊരു കാര്യത്തിന്. പറഞ്ഞോളൂ, ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പറഞ്ഞോളൂ. അതല്ല, ഞാൻ പെൻഷനായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. എന്താണ്? പെൻഷൻ ഉണ്ടല്ലോ, വാർദ്ധക്യ പെൻഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ശ്രീ ബാലകൃഷ്ണൻ, നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയമെടുത്ത് ആ വിഷയത്തിലാണ് നമ്മൾ ചർച്ച. താങ്കൾ എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞോളൂ. അതിൽ ചർച്ച തുടരാനാവില്ല, വളരെ വേഗത്തിലും പറഞ്ഞു. അതായത് ഈ 2 പെൻഷൻ വാങ്ങാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തിന്റെ പശ്ചാത്തലത്തില് പിന്നെ ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള അവർ ഒരുപാട് കഷ്ടപ്പെടുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഒരു പെൻഷൻ കൊടുക്കാന്നുള്ളത്, വാർദ്ധക്യ പെൻഷൻ കൊടുക്കാന്നുള്ളൊരു നിയമം ഉണ്ടായി.
അതിന്റെ പശ്ചാത്തലത്തിൽ പകുതിക്കുള്ള അർഹത എന്തായിരുന്നുള്ളൂ. അത് 65 വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാണെങ്കിലും മുഴുവൻ തുകയും കൊടുക്കാന്നുള്ള ഒരു നിയമമുണ്ട്. ആ നിയമം പ്രാബല്യത്തിലുണ്ടോ? ആ നിയമം പ്രാബല്യത്തിൽ ഇല്ലാലോ. ശ്രീ ബാലകൃഷ്ണൻ, എനിക്ക് അതിൻ്റെ ആ നിയമം എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പറയാനാവില്ല. ഞാനത് പഠിച്ചിട്ട് വേണമെങ്കിൽ മറുപടി പറയാം. ശരി, ഓക്കെ. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മുനമ്പം പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോൾ കഴിഞ്ഞ സർക്കാർ ഒരു 8ന്റെ പണി നൽകിയിട്ടാണ് പോയതെന്ന് അദ്ദേഹം പറയുന്നു. അത് ചിലപ്പോൾ അങ്ങനെ ആവാം, അങ്ങനെയല്ല, അദ്ദേഹം അതൊരു ജാമ്യം എടുക്കലാണ് എന്ന് പറയുന്നവരുമുണ്ട്. താങ്കൾക്ക് ഇതിൽ ഏത് വാദമാണ് ശരിയെന്ന് തോന്നുന്നു? നമസ്കാരം സാർ. നമസ്കാരം. ഈ ഒരു കണക്കിന് പറഞ്ഞാല് ഈ വിഷയം ഈ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തിനും ഉള്ളിൽ ബോധമുണ്ട്, മിണ്ടാൻ പറ്റാത്ത ഒരു പരുവത്തിലാണ് ഈ രാഷ്ട്രീയക്കാര് പൊതുവെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തില് ഇലക്ഷന് നിൽക്കുമ്പോൾ ജനങ്ങളെ സമീപിക്കണോ? അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പം അല്ല. അതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്കറിയാലോ. എല്ലാ വിഭാഗത്തിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ ആർക്കെങ്കിലും പൊള്ളും, അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്, സംഗതി ശരിയാ. പക്ഷെ ഈ അതാണ് വിഷയം. ജനാധിപത്യവും ഇതിലുള്ള പ്രശ്നം ജനങ്ങളെ ഇലക്ഷൻ വരുമ്പോൾ സമീപിക്കണം. അപ്പൊ പറയില്ല, അവർ പറയില്ല നിങ്ങൾ ഞങ്ങളുടെ വിഷയം എങ്ങനെയല്ല കൈകാര്യം ചെയ്തെന്ന് എന്തായാലും ഒരു വിഭാഗം പറയും. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു വിഭാഗത്തിനും ഒരു വേൽക്കും. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. അത് കഴിഞ്ഞ ഗവൺമെന്റ് ആയാലും ഈ ഗവൺമെന്റ് ആയാലും അത് തന്നെയാണ്. വണ്ടിയോടെ എടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി പുറത്ത് നിൽക്കുമ്പോൾ പലതും പറയാം. പക്ഷേ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്താലും ഒരു വിഭാഗത്തിന് ഇത്തിരി ദോഷം വരും. അല്ലാണ്ട് കൈകാര്യം ചെയ്യാൻ ഈ വിഷയം പറ്റില്ല. എന്തായാലും ഒരു വിഭാഗത്തിന് അല്പം സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിക്കുമ്പോൾ ധീരമായിട്ട് തീരുമാനം എടുക്കാനും നടപ്പാക്കാനും ശക്തിയുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും കഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. എന്തായാലും അതായത് ഒരു തീരുമാനം എടുത്ത് ഉറച്ച നിലപാടെടുത്ത് എന്തായാലും ഒരു വിഭാഗത്തിന് നഷ്ടം സഹിക്കും. ആ നഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉറച്ച തീരുമാനം എടുക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ എടുക്കേണ്ടി വരും. എല്ലാ വിഭാഗം ജനങ്ങളും ശക്തമാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. എല്ലാ ക്രിസ്ത്യൻ സഭയായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും അവിടെ ശക്തമാണ്. ശക്തമായ ന്യായങ്ങളാണ് അവർ പറയണതും. പിന്നെ മാനുഷിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് കണിശമായിട്ടും ക്ഷതമേൽക്കും. ആ ക്ഷതമേൽക്കുന്ന കാര്യം ആലോചിച്ചിട്ടാണ് ഇവർ മടിക്കുന്നത്, എല്ലാവരും മടിക്കുന്നത്. അല്ലാണ്ട് അറിയാൻ പാടില്ല എന്നിട്ടല്ല ശരിക്കും ഇത്. അതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രസന്നാണ് പറയുന്നത്. ശ്രീ ഗോപകുമാറാണ് ആറ്റിങ്ങൽ നിന്നാണ് പറയുന്നത്. ശ്രീ ഗോപകുമാർ, ഈ മുനമ്പം പ്രശ്നം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലത്തും അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുകയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് UDFന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് എന്നുള്ള ചില ആരോപണങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു കഴിഞ്ഞ സർക്കാർ ഒരു 8ന്റെ പണി വെച്ചിട്ടാണ് പോയത്, അതിൽ ഈ ഉമേദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ടാണ് എന്ന് പറയുന്നു. എന്താണ് താങ്കൾ? ഹലോ, അത് ചിലപ്പോൾ 10 ദിവസം കൊണ്ടോ 10 മാസം കൊണ്ട് എന്തായാലും എടുത്തിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അതിനെ 10 മണിക്കൂറല്ല, അത് 10 നടന്നിരിക്കും. നമ്മൾ പറഞ്ഞെങ്കിൽ അത് ഒരു ജാതി ഒരു മതം ഒരു ദീപം എന്ന് പറയുന്നത് എല്ലാവരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരേ മതത്തെ എല്ലാവരും അതാണ് പറഞ്ഞത്. ഒരു 10 ദിവസമോ 10 മാസമോ എടുത്ത് ക്ലിയർ ചെയ്താണ് എന്റെ മനസ്സിൽ. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. അതാണ് എന്റെ മനസ്സിലുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവിടെ കമ്മ്യൂണിസ്റ്റിലെ ഉത്ഭവം ആദ്യത്തെ മുഖ്യമന്ത്രിയും EMS ആണ്. അവിടെ അവസാനിച്ചത് കേരളത്തിലാണ്. അതൊന്ന് ചിന്തിച്ച എല്ലാവർക്കും കൊള്ളാം. ഞാനതേ പറയുള്ളൂ. മനസ്സിലായില്ല സാറ്, ആദ്യം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആദ്യം കേരളത്തിലാണ് ആദ്യം EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിൽ അവസാനിച്ചത് പിണറായി വിജയനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അങ്ങനെ അവസാനിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി അവസാനിച്ചു. അങ്ങനെ സാർ അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ കൊച്ചുങ്ങളേക്ക് ഇറക്കി നമ്മൾ പഠിക്കാൻ പറ്റുന്ന മക്കളേക്ക് ഇറങ്ങി ഇന്നലെ തന്നെ ഈ SFI നമ്മൾ പഠിക്കാൻ വേണ്ടി കൊച്ചുങ്ങളെ നമ്മുടെ ചർച്ച അതല്ല, നമ്മുടെ ചർച്ച ഇതാണ്, മുനമ്പം വിഷയമാണ് എന്ന് പറഞ്ഞു പോയതാണ്. ആ മുനമ്പം ചിലപ്പം ക്ലിയർ ചെയ്യണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹം. ശരി, അങ്ങനെ ഒരു പാർട്ടി പ്രതിപക്ഷത്തായി എന്ന് കരുതി 10 വർഷം കോൺഗ്രസ് പ്രതിപക്ഷത്തായതുകൊണ്ട് കോൺഗ്രസ് നശിച്ചു പോകണമെന്നോ ഇല്ലാതായി പോകുമെന്നോ ആരെങ്കിലും പറയും? അങ്ങനെ പ്രതിപക്ഷവും വേണം ഭരണപക്ഷം വേണമെങ്കിൽ ഒരു പാർട്ടി ആവുള്ളൂ. ശരി,
ഓക്കെ, ശ്രീ മുഹമ്മദാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശന്റെ വാക്കുകൾ? അത് കഴിഞ്ഞ സർക്കാർ ശരിക്കും പണി കൊടുത്തിട്ട് പോയതാണോ, അതോ VD സതീശൻ തൽക്കാലം ഈ 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നൊക്കെ പറഞ്ഞത് നടക്കാതെ പോകുന്നതിനുള്ള ഒരു ജാമ്യം എടുപ്പാണോ? ശ്രീ ഗിൽബർട്ട് ജോസഫാണ് കൊച്ചിയിൽ നിന്നും. ശ്രീ ഗിൽബർട്ട് ജോസഫ്, താങ്കൾ പറഞ്ഞോളൂ. ഗിൽബർട്ട് ജോസഫിൻ്റെ ടെലിഫോണിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാവുന്നു. വളരെ വേഗത്തിൽ മടങ്ങി വരും. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹ മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. വെറുമൊരു തമാശയായി അല്ലെങ്കിൽ ഒരു ട്രോൾ പേജായി ആരംഭിച്ച ഈ ഓൺലൈൻ കൂട്ടായ്മ ഇന്ന് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ ഒരു വൻ ജനമുന്നേറ്റമായി മാറിയിരിക്കുകയാണ്. സൈബറിടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പാറ്റകളുടെ പ്രതിഷേധം ഇപ്പോൾ തെരുവുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് ഭരണകൂടവും പോലീസും കനത്ത ജാഗ്രതയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിൽ CJP ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയും അതിനെ തുടർന്ന് പോലീസ് സ്വീകരിച്ച കർശന നടപടികളും വിരൽ ചൂണ്ടുന്നത് ഈ ഡിജിറ്റൽ വിപ്ലവം അക്ഷരാർത്ഥത്തിൽ കളി കാര്യമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലെ ടൗൺ ഹാൾ പരിസരത്ത് ഞായറാഴ്ച സമാധാനപരമായ ഒരു മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നായിരുന്നു കന്നഡ ഭാഷയിലുള്ള പോസ്റ്ററുകളിലൂടെ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ തരംഗമായി മാറിയ ഈ ആഹ്വാനം അധികാരികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. പാറ്റകളുടെ ശക്തി ഓൺലൈനിൽ മാത്രമല്ല തെരുവുകളിലുമുണ്ടെന്ന് തെളിയിക്കാനായിരുന്നു ഈ നീക്കം. എന്നാൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ കർണാടക പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി. ടൗൺ ഹാളിന് സമീപം പ്രതിഷേധം സംഘടിപ്പിക്കാൻ യാതൊരുവിധ അനുമതിയുമില്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് ഇത്തരം നിയമവിരുദ്ധ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കർശന ശ്രീ സദാനന്ദനാണ് മാളയിൽ നിന്നും. മുനമ്പം ഭൂമി പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ സർക്കാർ ഒരു 8ൻ്റെ പണി തന്നിട്ടാണ് പോയത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ അത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തു. അത് സർക്കാർ ഈ പുതിയ സർക്കാരിന് നൽകിയൊരു പണിയാണ് എന്ന് പറയുന്നു. ഇതിൽ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. അതിൽ ഏത് വാദമാണ് ശരി എന്നുള്ളതും അല്ലെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായം എന്ത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. ശ്രീ സദാനന്ദൻ, താങ്കൾക്ക് പറയാം. ഞാൻ താനൂരിലാണ്, മലപ്പുറം താനൂരിലാണ് എന്റെ സ്ഥലം പറഞ്ഞത്. അപ്പം മാള എന്ന് പറഞ്ഞത് എനിക്ക് മാള എന്നാണോ? മാളയല്ല, അല്ല താനൂർ. ഓക്കെ, സദാനന്ദൻ താനൂർ എന്ന് തന്നെ നമുക്ക് തിരുത്താം. പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വെച്ചാൽ ഇതിന് ശരിക്ക് വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു വിഷയം തന്നെയാണിത്. വളരെ പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 10 മിനിറ്റ് കൊണ്ടൊന്നുമല്ല, നിയമപരമായി തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണിത്. എന്തുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ ആരും കാണുന്നില്ല എന്നുള്ളത്. കാരണം ഇത് ആ സ്ഥലം നിൽക്കുന്ന പ്രദേശത്തെ ലാൻഡ് ബോർഡിൽ ഒരു സുവമോട്ടോ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഇവരെ മുഴുവനും ഹിയർ ചെയ്യുകയും വിസ്തരിക്കുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ പ്രശ്നം തീരും. കാരണം ഇവിടെ ഭൂപരിഷ്കരണ നിയമം എന്നൊക്കെ വന്നു കഴിഞ്ഞതല്ലേ, ഒരു ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭൂമിയിൽ തന്നെ നേരത്തെ വിറ്റുപോയിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിൽ അതിന് ഇളവ് കൊടുക്കുന്ന രീതിയുണ്ട്. മാത്രമല്ല ഇപ്പൊ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ട്രസ്റ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഇളവ് കൊടുക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാം നിയമപരമായി തന്നെ കൃത്യമായിട്ട് പരിഹരിക്കാവുന്ന മാർഗ്ഗമേ ഉള്ളൂ. ഇതെന്തിനാണ് ഇങ്ങനെ ഇത് വെറുതെ വെച്ചിട്ട് ഈ ആളുകളെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുപോകുന്നത്? ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണോ ഈ ഇതിനകത്ത് ഇരിക്കുന്നവരൊക്കെ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അതല്ല ഞാനിനി മനസ്സിലാക്കുന്നതിൽ അപ്പുറം വല്ലതും ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഇല്ലെന്നാണ് എന്റെ ബോധ്യം. കാരണം ഞാനൊരു ലാൻഡ് ബോർഡ് മെമ്പറായിട്ട് ഇരുന്നയാളാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇത് പരിഹരിക്കാൻ കഴിയും. ലാൻഡ് ബോർഡിൽ ഒരു സുവമോട്ടോ കേസ് ഫയൽ ചെയ്ത് ഇപ്പൊ അവിടെ താമസിക്കുന്ന ആളുകളെ ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിയമപരമായിട്ട് 15 ഏക്കർ സ്റ്റാൻഡേർഡ് ഏക്കർ ഒരാൾക്ക് കൈവശം വെക്കാൻ അധികാരമുണ്ട്.
അത് പിന്നെ വേറെ ചില എക്സംഷൻസ് ഉണ്ട്, തോട്ടഭൂമിക്കും ഇതിനൊക്കെയുള്ള എക്സംഷൻസ് ഉണ്ട്. ആ എക്സംഷൻസ് അല്ലാത്ത രീതിയിലേക്ക് ആർക്കും ഇത് കൈവശം വെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പഴയ കാലത്ത് രാജാവ് കൊടുത്ത ഭൂമിയാണ് എന്നുള്ള, അത് എങ്ങനെയാ കൊടുത്തതെന്ന് അറിയില്ല, ഇഷ്ടദാനായിട്ടാണോ മറ്റുള്ള രീതിയിലാണോ എന്നും ഇതൊക്കെ പരിശോധിക്കാവുന്ന. അതൊക്കെ പരിശോധിക്കണമെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു വേദി വേണം. അതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കണമെങ്കിൽ ആ വേദി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം. എന്നിട്ട് അറിയാവുന്നവരും അതിന് ബന്ധപ്പെട്ടവരും ഒക്കെ അവിടെ വന്നിട്ട് അവരുടെ എല്ലാ തെളിവുകളും കാര്യങ്ങളും ഹാജരാക്കട്ടെ. ആ ഹാജരാക്കുന്നതോട് കൂടിയിട്ട് ഇതിന്റെ എല്ലാ വിഷയങ്ങളും തീരും. എന്തായാലും ഇത്രയധികം ഭൂമി ഒരു സ്ഥാപനത്തിന് കൈവശം വെക്കാൻ കേരളത്തിലെ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ സാർ നമസ്തേ. നമസ്കാരം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി 8ന്റെ പണി എന്ന് പറഞ്ഞതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട് സാർ. പ്രധാനമായിട്ടും മുനമ്പം പ്രശ്നവും കിഴക്കമ്പലം ചേരിയിലെ പ്രശ്നവും ഇവർക്ക് 10 വർഷക്കാലം ഉണ്ടായിരുന്നല്ലോ സാർ ഈ സർക്കാരിന്. മാത്രമല്ല ഈ 2 സ്ഥലങ്ങളിലും താമസിക്കുന്ന ആൾക്കാർ വളരെ നിർദ്ധരായ ആൾക്കാരാണ്. വേണമെങ്കിൽ നിർദ്ധരായ ആൾക്കാരുടെ ഒരു ഗവൺമെന്റ് എന്നാണല്ലോ സാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും അവർക്ക് പരിഹരിക്കാമായിരുന്നു, അത് പരിഹരിച്ചില്ല. അതുകൊണ്ടാണ് സാർ ഇദ്ദേഹം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ കാര്യം, 8ന്റെ പണി കിട്ടിയെന്ന് പറയാൻ കാര്യം അത് തന്നെയാണ് സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുകുമാരനാണ്, ബത്തേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുകുമാരൻ, നമസ്കാരം സാർ. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഈ മുൻപം പ്രശ്നവും ഈ 2 കൂട്ടർക്കും ഈ പ്രശ്നം തീർക്കണമെന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നതാ. കാരണം പറഞ്ഞോളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് വെച്ചിട്ട് ഒരു വോട്ട് ബാങ്ക് കളിക്കുകയാണ്, വോട്ട് ബാങ്കിന്റെ കളിയാണ് ഇത്. ആദ്യം 10 കൊല്ലം ഭരിച്ചവർക്ക് അത് തീർക്കാൻ പറ്റിയ കാര്യമുള്ളൂ, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരിന്. അവരത് ചെയ്തില്ല. അപ്പോ നമ്മൾ വി.ഡി. സതീശൻ ആ പ്രശ്നം തീർക്കുമെന്നും പറഞ്ഞിട്ട് അപ്പൊ അധികാരത്തിലെത്തിയത്. അവര് പറയുന്ന 8ന്റെ പണി കിട്ടിയെന്ന്. നിയമപരമായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് ശരിക്കും ഭൂമി കൊടുക്കേണ്ടതാ. അത് ഉമേദിൽ പൊരിച്ചാലും ശരി, വഖഫിന്റെ ഭൂമിയായാലും ശരി, അവർ ഇത്രയും കാലം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകാനും പറയാനും ഒരു അധികാരമില്ല. അവർക്ക് ആ ഭൂമി കൊടുക്കേണ്ടതാ. അത് ഈ സർക്കാർ എന്തെങ്കിലും കർശനമായിട്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടതാണ്. സാധാരണക്കാരെ പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അവർ ചെയ്യാതെ പോയ കാര്യം ഇവർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പാവപ്പെട്ടവരെ ഇറക്കി വിടുന്നത് ശരിയല്ല, അവർക്ക് ആ ഭൂമി കൊടുക്കണം. ഏത് വഖഫ് ബോർഡിന്റെ ഇതായാലും ശരി, അതിനുള്ള നിയമ നടപടി എടുക്കാനുള്ള ചങ്കൂറ്റുള്ള സർക്കാരാണെങ്കിൽ അത് ചെയ്യാൻ പറ്റിയ കാര്യമുള്ളൂ. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഇപ്പം വർഗീയ കലാപമുണ്ടോ? അല്ലെങ്കിൽ എപ്പം നോക്കിയാലും വർഗീയ കലാപോ? ശ്രീരാമ ക്ഷേത്രം, ശ്രീരാമ ഭൂമി എന്ന് പറഞ്ഞ് ആ പ്രശ്നം പരിഹരിച്ചില്ലേ? അതുപോലെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയതേ ഉള്ളൂ. ഇത് വോട്ട് ബാങ്ക് കണ്ടിട്ട് തീർക്കാതിരിക്കുകയാണ് ഇവര്. അതാണ് ചങ്കൂറ്റുള്ള സർക്കാരാണെങ്കിൽ 15 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയ പ്രശ്നമുള്ളതല്ലോ. അതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുകുമാരൻ, ശ്രീ ജോസഫാണ് മൈസൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസഫ്, ഈ മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, നേരത്തെയുള്ള വാക്കുകൾ, ഇതിൽ എന്താണ് ഈ വാക്കുകൾ കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതിനകത്ത് ഇതൊരു എന്താ പറയുന്നത്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു നിയമ പോരാട്ടമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സതീശൻ പറഞ്ഞ 10 നിമിഷം കൊണ്ട് തീർക്കാവുന്നെന്ന് പറഞ്ഞത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വളരെ വ്യക്തമല്ല. പക്ഷെ ഈ ഉമീദ് പോർട്ടലിൽ ഇവര് ഇത് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നുള്ളതിന്റെ ഒരു അംഗീകാരമാണ് ഈ വഖഫ് ബോർഡ് എടുത്തിരിക്കുന്നത്. അത് തികച്ചും ഇടതുപക്ഷ സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഖഫ് ബോർഡ് മെമ്പേഴ്സ് ചെയ്ത തെറ്റായ ഒരു നടപടിയാണ്. അത് ഇടതുപക്ഷ സർക്കാരിനും അറിയാവുന്ന കാര്യമാണ്, കാരണം അവർ അപ്പോയിന്റ് ചെയ്യുന്ന അംഗങ്ങളാണത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരു നിയമമുണ്ട്, അത് അഡ്വേഴ്സ് പൊസിഷൻ ആക്ട് എന്നാണ് അതിന് പറയുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സ്ഥലം 14 വർഷത്തിൽ കൂടുതൽ അവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിന് ചേരുന്നതാണ് എന്നുള്ള ഒരു നിയമം ഉണ്ട്. ആ നിയമവശം ഇവരാരും സംസാരിക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അഡ്വേഴ്സ് പൊസിഷൻ ആക്ട്, അത് ആ നിയമം ഇവിടെ ഇന്ത്യ രാജ്യത്തുള്ളതാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എത്രയോ വർഷങ്ങളായി അവിടെ താമസിക്കുന്നു. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ഥലം ഇവർക്ക് കിട്ടുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ രാജനാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജൻ, ഈ മുനമ്പം വിഷയത്തിലെ ഈ നിലപാടുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
ഇപ്പൊ മനസ്സിലായല്ലോ മുസ്ലിം ലീഗും പിന്നെ ജമാഅത്തെ ഇസ്ലാമി SDPI ഒക്കെ എന്തിനാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സതീശിനെ ജയിപ്പിച്ചെന്നുള്ള ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ അവരത് ഇറങ്ങി കൊടുക്കേണ്ടി വരും, ആ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം ഇത് ഓൾറെഡി പിന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഇറങ്ങി ഇറക്കി വിടില്ല എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. വെറുതെ പറയുന്നത് അതൊക്കെ എത്രയോ പറഞ്ഞ KSRTCയിൽ ഫ്രീ ആയിട്ട് പെണ്ണുങ്ങൾ കൊടുത്ത് അവരെ മൂഞ്ചിച്ചു. ആശാ വർക്കർമാരെ ശ്രീരാജൻ മോശപ്പെട്ട രീതിയിലെ വർത്തമാനം പറയരുത്. താങ്കളോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, താങ്കൾ ഈ തരത്തിലേക്കുള്ള വാക്കുകൾ ഇതിനെ ഉപയോഗിക്കരുത്. താങ്കൾ ഇതൊരു പൊതുവേദിയാണ്, ആളുകൾ പറയുന്ന സ്ഥലമാണ്, താങ്കൾ കട്ട് ചെയ്തുകൊണ്ട് വെക്കുള്ളൂ. ശരി. ശ്രീ മുഹമ്മദാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ഈ ചില ആളുകൾ സംഭാഷണമൊക്കെ ആർക്കെതിരെയും വിമർശനം ഉന്നയിക്കുക, അതിന് യാതൊരു തടസ്സവുമില്ല. ഈ രാജനോട് തന്നെ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നതാണ്, പിന്നീട് ഒരാൾ നന്നായി എന്ന് കരുതിയാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇത് ഒരുപാട് ആളുകൾ കേൾക്കുന്നതാണ്, കൊച്ചുകുട്ടികളടക്കം വളരെ പ്രായമായ ആളുകൾ വരെ. നിങ്ങൾക്ക് ഏത് തരത്തിലെ രാഷ്ട്രീയ വിമർശനവും ഉന്നയിക്കുന്നതിന് പൊതുവേദിയിൽ ഒരു തടസ്സമില്ല. അതുകൊണ്ട് തന്നെയാണ് രാജൻ്റെ കോളുകൾ പിന്നീട് വീണ്ടും നമ്മൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത്, മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. അതും ഇത്രയും പ്രായവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളൊരു മനുഷ്യരൊക്കെ അത് പറഞ്ഞിട്ട് എന്താണ് മനസ്സിലാവാത്തതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. അത് ഒന്നിൽ ബോധപൂർവമായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് കരുതാനാവും. അങ്ങനെയാണെങ്കിൽ അത്തരം കോളുകൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ശ്രീ മുഹമ്മദാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ കാണുന്നത്, ഈ വിഷയത്തെ കാണുന്നത്, നമുക്കിപ്പോൾ തർക്കം നമുക്കിതാണ്, അതായത് 8ന്റെ പണി കൊടുത്തിട്ടാണോ ഇടതുപക്ഷം പോയെന്നുള്ളതാണ്. അത് വെറും വിവരക്കേടല്ലേ പറയുന്നത്? താങ്കൾ പറഞ്ഞോളൂ, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അതായത് 8ന്റെ പണിയാകുന്നത് എങ്ങനെയാ? 100% വീണ്ടും അധികാരത്തിൽ വരും, 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വരുമെന്നും പറഞ്ഞാണ് ഇടതുപക്ഷം വോട്ട് പിടിച്ചത്. അങ്ങനെ 100% തിരിച്ചു വരുന്ന ഒരു പാർട്ടി എങ്ങനെയാണ്? അപ്പൊ അവർക്കിട്ട് തന്നെയല്ലേ 8ന്റെ പണി കൊടുക്കുന്നത്? തിരിച്ചു വരുന്ന പാർട്ടിക്ക് തന്നെ അവർക്കിട്ട് തന്നെയാണ് 8ന്റെ പണി കൊടുക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കൊക്കെ അറിയില്ലേ ഇപ്പോൾ തിരിച്ചു വരില്ല എന്നുള്ള? ഇടതുപക്ഷ നേതാക്കൾക്ക് ഇങ്ങനെ ഒരു പരാജയം മുൻകൂട്ടി കണ്ടു കാണത്തില്ല. പക്ഷെ പരാജയം ഉണ്ടാവുമെന്ന് ഇടതുപക്ഷത്തെ സാധാരണ സാമാന്യ ബുദ്ധിയുള്ള നേതാക്കൾക്കൊക്കെ നേരത്തെ അറിയാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് പെൻഷൻ 2500 ആക്കിയിട്ട് പോകാമായിരുന്നല്ലോ. അപ്പൊ അവർ 8ന്റെ പണിയായിരുന്നു. 2000 അങ്ങനെ ഇനി തിരിച്ചു ഞാൻ 8ന്റെ പണിയാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി തിരിച്ചു വരും എന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ തിരിച്ചു വന്നാൽ ഭാഗ്യം എന്നതിനപ്പുറത്തേക്ക് തിരിച്ചു വരുമെന്ന് അങ്ങനെ ഒരു ഉറപ്പൊന്നും പ്രധാന ആൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. 2500 ആക്കിയിട്ട് പോയാൽ അവർ 8ന്റെ പണിയായിരുന്നു. ഇത് 8ന്റെ പണി എന്ന് പറയാൻ ഒക്കുകയില്ല. പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് 2000 എന്നുള്ളത് 2500 2 മാസം കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ അത് 8ന്റെ പണിയായിരുന്നു. ഇത് അതല്ലല്ലോ. അതെങ്ങനെ? ശരി, ഓക്കെ. എന്തായാലും എൻ്റെ കാര്യത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ പറഞ്ഞ അഭിപ്രായമാണ്. അത് ശരിയാണോ തെറ്റാണോ നിയമപ്രശ്നങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ശ്രീ ജനാർദ്ദനാണ് ഹരിപ്പാട് നിന്ന്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ ഒരു 8ന്റെ പണി തന്നിട്ട് പോയി എന്നാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? സാർ ശരിക്കും അങ്ങനെ തന്നെയാണ് സാറേ. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ പറയാം. ഇത് നമ്മൾ ഇലക്ഷന് മുൻപ് തന്നെ അവിടെ സമരം ചെയ്തിരുന്നവന്റെ ഒരു വിഭാഗത്തിനെ ഇവര് മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അടർത്തിയെടുത്ത് അവര് സമരം നിർത്തി എല്ലാം ചൂണ്ടിക്കെട്ടി പോയതാ. ഇപ്പൊ അവര് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളെല്ലാരും പറ്റിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടി. ഞാൻ ഒരു പാർട്ടിയെന്ന് മാത്രം പറയുന്നില്ല. ഇപ്പൊ ഇവര് തന്നെ നമുക്ക് ഇന്ന 5 വാഗ്ദാനങ്ങൾ തന്നു. എത്ര എണ്ണം പാലിക്കാൻ പറ്റും ഇവർക്ക്? ഇത് സമയമായില്ല ശ്രീ ജനാർദ്ദൻ, അവരോട് കയറിയതല്ലേ ഉള്ളൂ. കയറി ആഴ്ച തന്നെ എല്ലാം പാലിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരു വാഗ്ദാനം ഒരാശമാരുടെ ശമ്പളം കൂട്ടുമെന്ന് പറഞ്ഞത് അവർ ആദ്യം തന്നെ കൂട്ടി. ഇത് KSRTCയുടേത് സൗജന്യം ഉടനെ ആക്കുമെന്ന് പറയുന്നത്, അത് എന്തായാലും നമ്മൾ സമയം വെയിറ്റ് ചെയ്യണം. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. കഴിഞ്ഞ സർക്കാർ 5 വർഷത്തിന് മുമ്പ് നമുക്ക് തന്ന വാഗ്ദാനം എന്തോ പാലിച്ചത്? ഇപ്പൊ ലാസ്റ്റ് അവർ ഇറങ്ങാൻ സമയത്ത് ഒരു 500 രൂപ കൂട്ടി തന്നു. അതിന് നന്ദിയുണ്ട്. അവര് മുഴുവൻ ഒന്നും പറഞ്ഞതൊന്നും പാലിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാരായാലും അവർ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിയതാണ്. അവര് പറഞ്ഞ വാക്കുകളിൽ നല്ലൊരു ശതമാനം വാഗ്ദാനങ്ങളും അവർ പാലിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും സംശയമില്ല. ഒക്കുന്ന കാര്യമേ പറയാവൂ. ഇവര് കൊടുക്കരുതെന്നോ. എന്നാ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞ് ജനങ്ങളെ വിദ്യാസനം ഇറങ്ങിയാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ജനാർദ്ദനൻ അതിനകത്തൊരു സംശയം ഒരു വിവരമെന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കേരളത്തിലെ ഈ 2 മുന്നണികളും കൊടുക്കുന്ന വാഗ്ദാനങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 2 LDF സർക്കാരുകൾ അവർ കൊടുത്ത വാഗ്ദാനത്തിൽ ഭൂരിപക്ഷം വാഗ്ദാനങ്ങളും എല്ലാം പാലിച്ചു വന്നില്ല. ഭൂരിപക്ഷം വാഗ്ദാനങ്ങളും അവർ പാലിച്ചിട്ടുണ്ട്.
അത് എന്തോ സാറേ, അക്കാര്യത്തിൽ ഭൂരിപക്ഷം പ്രകടന പത്രികയിൽ ഒന്ന് ഉണ്ടായിരുന്നത് പറയാമോ? അവർ ഓരോ വർഷം സാർ ഒന്ന് പ്രോഗ്രസ് കാർഡ് പറയാമോ? ഇറക്കുകയും പാലിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഭൂരിപക്ഷം സർക്കാർ വാഗ്ദാനങ്ങൾ അവർ ഒന്ന് വന്നതേ ഉള്ളൂ. പറയാമോ? അവർ ഞാൻ- പാലിക്കാനുള്ള സമയം അവർക്ക് കൊടുക്കണം. അത് അല്ല, കൊടുത്തിട്ടും ഭൂരിപക്ഷം അവർ പാലിച്ചില്ലെങ്കിലാണ് കഴിഞ്ഞ നമ്മൾ സർക്കാർ വിമർശിക്കേണ്ടത്. ഭൂരിപക്ഷം നടത്തിയെന്ന് പറഞ്ഞു. സാർ പറഞ്ഞാട്ടെ ഏതൊക്കെയാ നടത്തിയത്? ശ്രീ എന്തൊക്കെയാ ജനാർദ്ദനൻ, പൂർണ്ണമായിട്ട് നടത്തിയത്? താങ്കളുടെ മുന്നിൽ തന്നെ ലഭ്യമാണ് കഴിഞ്ഞ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. കഴിഞ്ഞ വർഷത്തെ വരെ, ഈ അവസാനത്തെ വർഷത്തെ വരെ പ്രോഗ്രസ് കാർഡും താങ്കൾക്ക് ലഭ്യമാണ്. അതൊന്നും രഹസ്യരേഖയല്ല. അതെല്ലാം കൃത്യമായി അവർ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. ഓൺലൈനുകളിലെല്ലാം ലഭ്യമാണ്. സർക്കാർ പോർട്ടലുകളിൽ ലഭ്യമാണ്. അത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ വെറുതെ ഒരു വാഗ്ദാനം നൽകി അത് പാലിക്കാതെ പോകുന്ന സർക്കാരുകളല്ല കേരളത്തിലുള്ളത് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ മഞ്ഞക്കുറ്റിക്കും കേരളിനും ഒക്കെ ആയിട്ടൊക്കെ കളഞ്ഞ പൈസ എന്തും വേണ്ടി പൈസ ദൂർത്തടിച്ച് കളഞ്ഞത്. ഈ ശബരിമല അതും ഈ വാഗ്ദാനവുമായിട്ട് എന്ത് ബന്ധം? ഇപ്പൊ ഇതിന് ഈ പിന്നെ ഇത് ഓരോ പ്രവാസി സമ്മേളനങ്ങൾ നടത്തുന്നു ഓരോ വർഷാവർഷം. അതിന് എത്ര കോടി വെച്ച് ജനാർദ്ദൻ, അതൊക്കെ അതല്ലല്ലോ താങ്കൾ പറഞ്ഞ വിവരം. ഞാൻ പറഞ്ഞത് പ്രകടന പത്രിക, അതും ഇതുമായിരുന്നു ബന്ധമില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പറ്റിക്കുകയല്ല, ഒരുവിധം പാലിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളാ വിട്ടിയല്ല, ജനങ്ങളാ വിട്ടികള്. അവര് പറയും ഒരു കൊച്ചൻ തന്ത എഴുതി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.